ആരെ കാണിക്കാനാടി ഇങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? നീ ഇവിടെ കിടന്ന് ചത്താലും വേണ്ടില്ല, ഞാൻ പറഞ്ഞതിൽ യാതൊരു മാറ്റവും ഇല്ല. ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കും. പിന്നെ ഞാൻ ആർക്കും വാക്കൊന്നും തന്നിട്ടില്ല, ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കില്ല എന്നൊന്നും. റമീസ് കോപത്തിൽ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ചീറിയെടുത്തു. എനിക്കിങ്ങനെ ഒന്ന് കാണാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മാത്രം ഇക്കയാ നിങ്ങള്. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യരുത്. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. എന്തായി മോനെ, ഇവള് സമ്മതിച്ചോ? എവിടുന്നുമ്മ, ഇവള് സമ്മതിക്കുന്ന ലക്ഷണമൊന്നുമില്ല. കരണം പുകച്ചാൽ അടി കൊടുക്കടാ, അപ്പൊ ശരിയാവും. എന്തിനാ ഉമ്മ നിങ്ങൾ രണ്ടുപേരും എന്നോട് ഇത്ര ക്രൂരത ചെയ്യുന്നത്? എനിക്ക് വയ്യ. ഇക്ക എന്റേത് മാത്രം, മറ്റൊരു പെണ്ണിനെ പങ്കുവെക്കാൻ ഞാൻ ഒരുക്കമല്ല. അവളത് പറഞ്ഞു തീർന്നതും റമീസ് അവളുടെ കരണം നോക്കി ആഞ്ഞൊരടി കൊടുത്തു. ആ വേദനയിൽ അവൾ പെട്ടെന്ന് തല കറങ്ങി താഴേക്ക് വീണു. നന്നായി മോനെ, നന്നായി. അവളുടെ അഹങ്കാരത്തിന് ഇതൊന്നും കിട്ടിയാ പോരാ. അല്ലെങ്കിലും ഇവൾക്ക് ചിന്തിച്ചൂടെ, നമ്മുടെ കുടുംബത്തിന് 10 കാശ് വരുന്ന കാര്യമാണെന്ന്. അന്ന് രാത്രി ബോധം വന്ന നൈന ഫോൺ എടുത്ത് അവളുടെ കൂട്ടുകാരി അഷീറയ്ക്ക് വിളിച്ചു. അഷീറ, എൻ്റെ കാര്യങ്ങൾ ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. ഇക്ക രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവുകയാണ് പോലും. ഞാൻ എൻ്റെ വിഷമം ആരോടാ പറയുക? വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരെയും വെറുപ്പിച്ച് ഇക്കയുടെ കൂടെ വന്നപ്പോൾ ഓർത്തില്ല ഇങ്ങനെയൊരു ചതി ഇതിന് പിന്നിലുണ്ടാവുമെന്ന്. എന്താ ഞാനിപ്പോൾ ചെയ്യുക? എന്ത് ചെയ്യാനാ നൈന, നീയായിട്ട് തിരഞ്ഞെടുത്ത ബന്ധമല്ലേ ഇത്? ഇനിയിപ്പോൾ വീട്ടുകാരുമില്ല കുടുംബക്കാരുമില്ല, നീ തന്നെ സഹിക്കണം. ഞാൻ എന്താ നിനക്കിപ്പോൾ പറഞ്ഞു തരിക? എന്ത് പറഞ്ഞാലാ നീ ഒന്ന് സമാധാനിക്കുക നൈന? കൂട്ടുകാരിയും അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇരുന്നു പോയി.